ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണ്ടത്തെ ബുക്കുകളൊക്കെ ഉണ്ടാവും, എടുത്ത് പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും നിങ്ങൾക്ക് 10 മിനിറ്റ് പഠിക്കാൻ പറ്റുമെങ്കിൽ 10 മിനിറ്റ് പഠിക്കുക. പഠിച്ച് തുടങ്ങുക. നമുക്ക് എന്നാലും അതിനോടൊരു ഇഷ്ടം തോന്നുകയുള്ളൂ. കാരണം കുറേ നാളായിട്ട് വീട്ടിലിരുന്ന് പോയവരുണ്ടാവും. ഓക്കെ, ഇനി നമ്മളെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. കുട്ടികളെ നോക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴത്തേക്കും ഇത് ഇനി പഠിക്കാൻ പറ്റുമോ? പണ്ടൊക്കെ നല്ല ഫ്രീ ആയിട്ട് നടന്നപ്പോഴാണ് അതൊക്കെ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റൊക്കെ പഠിച്ചെടുത്തത്. ഇനി എന്നെക്കൊണ്ട് പറ്റുമോ? അങ്ങനെ മടി പിടിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പം മടിയൊക്കെ മാറ്റിയിട്ട് എന്തെങ്കിലും പഠിച്ചു തുടങ്ങുക. നമ്മുടെ സബ്ജക്റ്റിലൊരു ജോലി കിട്ടുന്നതായിരിക്കും എല്ലാവരുടെയും സ്വപ്നം, അല്ലേ? അതുപോലെ തന്നെ കുറച്ച് നല്ല ഹൈ ലെവലിലുള്ളൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ വരാൻ പോകുന്നത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ. അപ്പോൾ അതിന് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് ഇടുക. ഓക്കെ, സൈപ്രോയിൽ കോഴ്സ് അവൈലബിൾ ആണ്, അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെയും. ഓക്കെ, അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 9048900024 കോൺടാക്റ്റ് ചെയ്താൽ മതി. പഠിച്ചു തുടങ്ങാം. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ നമ്മുടെ PSC ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുമായിരിക്കും, അല്ലേ? നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിനേഷൻ എഴുതുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. പാറ്റേൺ മാറി വരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി വരുന്നു. നമ്മൾ പഠിച്ച രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ വരുന്നത്, കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഓർക്കാം, നമ്മൾ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വരും എന്നും കൂടി നമ്മൾ നോക്കണം, അല്ലേ? നമ്മളുടെ എപ്പോഴും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്ക് പഠിച്ചു തീർക്കണം, സിലബസ് തീർക്കണം. അതാണ് നമ്മളുടെ കടമ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ട് അതും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു നെഗറ്റീവ് മാർക്ക് വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മൾ കട്ട് ചെയ്തോളണം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് മാർക്ക് പോകാനായിട്ട് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. അതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തോളണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സൈപ്രോയിലെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. മെയിൻ സ്പീഷീസ് കോസിങ് ഫോട്ടോ കെമിക്കൽ സ്മോക്ക്. ഓക്കെ, ആദ്യം തന്നെ പറയാം, ഇതിൻ്റെ കുറച്ച് പ്രശ്നമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ദ മെയിൻ സ്പീഷീസ് ഏറ്റവും പ്രശ്നമുള്ള ആളാണ് ഹൈഡ്രോക്സൈൽ റാഡിക്കൽ. എന്താണ് ആൻസർ വരുന്നത്? ഹൈഡ്രോക്സൈൽ റാഡിക്കൽ. ഓക്കെ, അപ്പോൾ PSC ഇവിടെ എന്താ കൊടുത്തു വെച്ചേക്കണം? അബദ്ധം പറ്റിയായിരിക്കും, അല്ലേ? ഹൈഡ്രോക്സൈഡ് റാഡിക്കൽ എന്നാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു റാഡിക്കൽ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തായാലും അതുപോലെ എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണോ, അവർ ശരിക്കായിട്ടുള്ള എഴുതിക്കണാണോ എന്താണെന്ന് നമുക്ക് പറ്റില്ല, അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഹൈഡ്രോക്സൈൽ റാഡിക്കലാണ് ആൻസർ വരേണ്ടത്. പിന്നെ ആരൊക്കെയായിരിക്കും വരുന്നത്? അതായത് മെയിൻ സ്പീഷീസ് എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈൽ റാഡിക്കൽ, പിന്നെ വരുന്നത് നമ്മുടെ നൈട്രേറ്റ് റാഡിക്കൽ, പിന്നെ അറ്റോമിക് ഓക്സിജനൊക്കെയാണ് വരുന്നത്. ഓക്കെ, അറ്റോമിക് ഓക്സിജൻ ഇതൊക്കെയാണ് വരുന്നത്. പക്ഷേ PSC ഇതിൻ്റെ ആൻസർ കൊടുത്തേക്കുന്നത് നൈട്രസ് റാഡിക്കൽ എന്നാണ്, NO റാഡിക്കൽ. അപ്പോൾ അതായത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് കൊണ്ട് അടുത്തത് B കൊണ്ടാണ് PSCയുടെ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴത്തേക്കും കൊടുത്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ പ്രൊവിഷണൽ ആൻസർ കീയിൽ അവർ D ആണ് കൊടുത്തേക്കുന്നത്, അല്ലേ? ഹൈഡ്രോക്സൈഡ് റാഡിക്കൽ. നിങ്ങൾക്കതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒരു മിസ്റ്റേക്ക് പറ്റിയായിരിക്കും, ഹൈഡ്രോക്സൈൽ റാഡിക്കൽ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത്, നമ്മൾ നല്ല രീതിയിൽ എത്രത്തോളം പഠിച്ചാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ പറയുമല്ലോ, ലാസ്റ്റ് പോയി കല ഉടച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചിലപ്പോൾ പോകും. നമ്മൾ നേരത്തെ ഒരെണ്ണം ഡിസ്കസ് ചെയ്തായിരുന്നു ഫുഡ് മൈക്രോബയോളജിയിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി പഠിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസലിങ് വരുമ്പോഴത്തേക്കും ഏഴ്സിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 8-9 ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയായിരുന്നു. കുറേ എണ്ണത്തിൻ്റെ ആൻസർ കീ മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പഠിക്കുന്ന ആൾക്കാരുടെ തന്നെ കുറച്ച് താഴോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്മൾ സ്കോർ ചെയ്യണം. അതിന് നമ്മൾ കുറേ പഠിക്കണം. പിന്നെ പഠിച്ചതെല്ലാം ഓർമ്മ വേണം. ഓക്കെ, അതെല്ലാം നമുക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റണം.
പിന്നെ എന്താണ്, ഇതെല്ലാം ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും, മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും, ഇനി ഹൈലി ഡിഫിക്കൽട്ട് ലെവൽ അല്ലേ ഉള്ള ക്വസ്റ്റ്യൻ വന്നാലും, ഇനി ആപ്ലിക്കേഷൻ ലെവൽ വന്നാലും, ഇനി ഇതല്ല അതാണോ എന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. നമുക്ക് ആ ഒരു 100 മാർക്ക് അല്ലേ, ആ ഒരു 100 ക്വസ്റ്റ്യനിൽ നിന്ന് മാക്സിമം മാർക്ക്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ പോയാലോ അങ്ങനെ എന്ത് പോയാലും നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ എത്തിക്കണം. ചിലപ്പോൾ നമ്മൾ നന്നായി പഠിച്ചെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കാര്യമില്ല, ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഔട്ടായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്, നമ്മുടെ മാർക്ക് പോകുന്ന കുറേ ഗ്യാപ്സൊക്കെ ഉണ്ട്. അതെല്ലാം സീൽ ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടല്ലോ, നമ്മുടെ എസ്എ പോലെയുള്ള എക്സാമിനേഷനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, അതായത് നമ്മുടെ ഈ ഒരു OMR ടൈപ്പ് അല്ലേ, അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴുള്ളതും അതും ഇതും സ്കോർ ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസമാണ് അല്ലേ. നമുക്കത് സാധാരണ നമ്മളത് പഠിച്ച് കുറച്ച് റിവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എസ്എ ടൈപ്പൊക്കെ ഇരുന്ന് ഓർമ്മ വന്ന് നമുക്ക് എഴുതാം. പക്ഷേ നമുക്ക് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ടു ദ പോയിൻ്റ് കറക്റ്റ് ആൻസർ വരണം. ഓക്കെ, അതിന് നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ, പ്രാക്ടീസും കൂടി ചെയ്യണം. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. പരമാവധി നമ്മൾ കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യുക ഒരു ടോപ്പിക്കിൽ, എന്നിട്ട് അത് ക്ലിയർ ചെയ്യുക. അതാണ് അവിടുത്തെ പോയിന്റ്. ഇനി ടു പ്രൊട്ടക്റ്റ് ഓസോൺ ലെയർ ആൻഡ് ടു റീറ്റെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറോ കാർബൺ, അതായത് അവർ മാറ്റി. ഓക്കെ, ആദ്യം വിചാരിച്ചു ക്ലോറോ കാർബൺ ആണ് പ്രശ്നം, അത് കഴിഞ്ഞ ശേഷം എന്തായി, അവർ ഹൈഡ്രോഫ്ലൂറോ കാർബൺ ആണ് അത് റീപ്ലേസ് ചെയ്തത്. പിന്നെ മനസ്സിലായി ഇവൻ അതിനേക്കാളും പ്രശ്നമാണെന്ന്. ഓക്കെ, നമുക്ക് കുറേ പഠിക്കാനുണ്ട് അതിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അസിഡിറ്റി ഓഫ് റെയിൻ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ്. ഏതാണ് അവിടെ ആൻസർ വരുന്നത്? എസ് ആൻഡ് എൻ കോമ്പൗണ്ട്സ്. അതായത് ആരൊക്കെയാണ് നമ്മുടെ ആസിഡ് റെയിൻ ഉണ്ടാക്കുന്നത്? നമ്മുടെ H2SO4. ഓക്കെ, പിന്നെ HNO3. ഓക്കെ, പിന്നെ അമോണിയം കോമ്പൗണ്ട്സും വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആരാണ്? H2SO4ഉം HNO3. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ എസ് ആൻഡ് എൻ കോമ്പൗണ്ട്സ്. കാരണം ഈ സൾഫറിൻ്റെ ഓക്സൈഡ്സ് ആണ് ഓക്സിഡൈസ്ഡ് ചെയ്ത് H2SO4 ആകുന്നത്. അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ്സ് ആണ് പിന്നീട് HNO3 ആകുന്നത്. അപ്പോൾ ഏറ്റവും ഇവിടെ ബെസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് നമുക്ക് ആൻസർ ഏതായിരിക്കും വരുന്നത്? എസ് ആൻഡ് എൻ കോമ്പൗണ്ട്സ്. പക്ഷേ ഈ ക്വസ്റ്റ്യനും എന്ത് പറ്റി? ഇതും ആദ്യം പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോഴത്തേക്കും PSC കൊടുത്തയച്ചത് എസ് ആൻഡ് എൻ പിന്നെ അമോണിയം കോമ്പൗണ്ട്സ് എന്നാണ്. പക്ഷേ ഇവിടെ ബെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പറ്റില്ലല്ലോ, മനസ്സിലായോ? ഓക്കെ, പിന്നീട് അവർ തിരുത്തിയിട്ട് ഫൈനൽ ആൻസർ കീയിൽ എസ് ആൻഡ് എൻ കോമ്പൗണ്ട്സ് എന്നാക്കി. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ക്രൂഷ്യലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓസോൺ ലെയർ ക്യാൻ ബി ഫൗണ്ട്. എവിടെയാണ് ഓസോൺ ലെയർ കാണുന്നത്? നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, അതിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ ആദ്യത്തെ ആളാരാണ്? ട്രോപ്പോസ്ഫിയർ. ഫസ്റ്റ് വരുന്നത് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ എർത്തിൽ നിന്ന് അല്ലേ 0 തൊട്ട് നമുക്ക് പറയാം 10 കിലോമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് പറയാം 0 തൊട്ട് നമുക്ക് പറയാം ഒരു 15-16 കിലോമീറ്റർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വരുന്നത് ആരാണ്? അത് കഴിഞ്ഞ ശേഷം വരുന്നതാണ് സ്ട്രാറ്റോ. ഓക്കെ, സ്ട്രാറ്റോ കഴിഞ്ഞിട്ട് ആരാണ്? മീസോ. ഓക്കെ, അപ്പോൾ ബാക്കി ഈ ഒരു 10 തൊട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു 15 തൊട്ട് ഒരു 50 വരെ, 15 തൊട്ട് 50, 10 തൊട്ട് 50 വരെയാണ് സ്ട്രാറ്റോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുന്ന ആളാരാണ്? ഓസോൺ. ഓക്കെ, അതായത് അപ്പോൾ ഓസോൺ ഏത് റേഞ്ചിലാണ് വരുന്നത്? നമുക്ക് പറയാം ഈ ഒരു റേഞ്ചിലാണ് ഓസോൺ വരുന്നത്, സ്ട്രാറ്റോസ്ഫിയറിൽ. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൻസർ എന്താണ്? 10 to 30 കിലോമീറ്റർ എബോവ് ദ എർത്ത് സർഫസ്. ഓക്കെ, ഇത് വരില്ല അല്ലേ, 50 to 100 വരില്ല. ഓക്കെ, 50 എബോവ് എന്താണ്? മീസോ ആണ് വരുന്നത്. സ്ട്രാറ്റോയിലാണല്ലോ ഓസോൺ ലെയർ വരുന്നത്, ലിത്തോയിൽ വരില്ല, ട്രോപ്പോസ്ഫിയറിൽ വരില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, ഈ 10 എന്ന് കാണിച്ചേക്കുന്നത് ട്രോപ്പോസ്ഫിയർ അല്ലേ എന്ന് സംശയം വരും. പക്ഷേ ഇവിടെ എന്താണ്? 10 to 30 കിലോമീറ്റർ എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു 15 to 30 ആണ് കൊടുത്തതെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് എഴുതാം.
ഓക്കെ, അല്ലെങ്കിൽ 10 to 30. അതും നമുക്ക് ആ സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങുന്നത് ട്രോപ്പോസ്ഫിയർ എവിടെ വരെ ഉണ്ട്, അത് ഓരോ സ്ഥലത്തും കുറച്ച് വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ 10 വരെ ഉണ്ട്, അല്ലെങ്കിൽ 15 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ചോളണം. നമ്മൾ കാണാപ്പാടം പഠിക്കാൻ പാടില്ല ഓരോ വാല്യൂസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു, നമുക്കറിയാം ടെമ്പററി ഉണ്ട്, പെർമനൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ടെമ്പററി ആരാണ് കോസ് ചെയ്യുന്നത്? ബൈകാർബണേറ്റ്. പെർമനൻ്റ് ആരാണ്? ക്ലോറൈഡ്, സൾഫേറ്റ് ആൻഡ് നൈട്രേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഓക്കെ, ഇത് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറിപ്പോകും ഒരേ ആൾക്കാർ അല്ലേ. ടെമ്പററി, പെർമനൻ്റ് അത് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് നോക്കിക്കൊള്ളാം. ഓക്കെ, അപ്പോൾ ക്ലോറൈഡ്, സൾഫേറ്റ് ആൻഡ് നൈട്രേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് വേറെ ഒരെണ്ണം കൊടുത്തേക്കുന്നത് കണ്ടോ, നൈട്രൈറ്റ്. ഓക്കെ, അത് പെട്ടെന്ന് ഇത് നൈട്രേറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കാണില്ല. അപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴത്തേക്കും നന്നായിട്ട് വായിച്ച് കൊള്ളണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ റീൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും. അപ്പം നമ്മൾ ചിലപ്പോൾ വായിക്കലൊന്നും ഉണ്ടാവില്ല, നമ്മുടെ മെമ്മറിയൊക്കെ പ്രശ്നം വരുന്നുണ്ട്. അതൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ. അടുത്തത്, അക്യുമുലേഷൻ ഓഫ് ന്യൂട്രിയൻ്റ് ഇൻ ലേക്സ് ആൻഡ് വാട്ടർ ബോഡീസ്. ഇതൊരു നമുക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എവിടെയും ഉണ്ടാവും. എന്താണ്? യൂട്രോഫിക്കേഷൻ. ഓക്കെ, തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഈ ക്വസ്റ്റ്യൻ വരും. അടുത്തത്, ലാറ്റിസ് സ്പേസിംഗ് ഓഫ് ഇനോർഗാനിക് മെറ്റീരിയൽസ് ക്യാൻ ബി അനലൈസ്ഡ് യൂസിങ്, ഏതാണ് പുതിയ ടെക്നിക്? എന്താണ്? HRTEM, അതായത് ഹൈ റെസൊല്യൂഷൻ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഓക്കെ, ഹൈ റെസൊല്യൂഷൻ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. അടുത്തത്, മിസെല്ലെ ഫോർമേഷൻ ഒക്യൂർസ് വെൻ ദ സബ്സ്റ്റൻസ് ഈസ് ആംഫോടെറിക് ആണോ, ആംഫോഫിലിക് ആണോ, ആംഫിപതിക് ആണോ? എന്താണ് ആൻസർ വരുന്നത്? നമുക്കറിയാം എന്താണ് ആംഫിഫിലിക്. ഓക്കെ, അതിൻ്റെ വേറൊരു പേരാണ് ആംഫിപതിക്. ഓക്കെ, അതായത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആളുകളും വേണം, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ആൾക്കാരും വേണം. അതിന് നമ്മൾ എന്ത് പറയും? ആംഫിഫിലിക് എന്ന് പറയും, അല്ലെങ്കിൽ ആംഫിപതിക്. അടുത്ത ക്വസ്റ്റ്യൻ, XRF എന്താണ്? എക്സ്റേ ഫ്ലൂറസെൻസ് ടെക്നിക് ക്യാൻ ബി യൂസ്ഡ് ഫോർ, അതായത് ഇത് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എലമെൻ്റൽ ഐഡൻറ്റിഫിക്കേഷന് നമുക്ക് യൂസ് ചെയ്യാം, എലമെൻ്റൽ കമ്പോസിഷൻ ഡിറ്റർമിനേഷനും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് A ആൻഡ് B ആണ് ഇതിൻ്റെ ആൻസർ വരേണ്ടത്. അതുകൊണ്ട് PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, നമ്മൾ പഠിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ക്യാൻസലായിപ്പോയി അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ പഠിക്കണം, നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ടെക്നിക് ടു ഡിറ്റർമിൻ ദ ഇലക്ട്രോലൈറ്റ് ഇൻ ഹ്യൂമൻ പ്ലാസ്മ. എന്താണ്? നമ്മുടെ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നിങ്ങൾ ചോദിക്കും പൊല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്ത് എന്താ ഹ്യൂമൻ പ്ലാസ്മ വന്നേക്കുന്നത്? നമ്മൾ പൊല്യൂഷനാണ് പഠിച്ചേക്കുന്നത്, പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. ഇലക്ട്രോലൈറ്റ്സ് അതായത് നമ്മുടെ മെറ്റാലിക് എലമെൻറ്റ്സ്. അപ്പോൾ അതിനെന്താണ്? നമ്മുടെ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഈ DTA എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്. MS എന്ന് പറയുന്നത് മാസ് സ്പെക്ട്രോമെട്രി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സൈപ്രോയിൽ കോഴ്സ് അവൈലബിൾ ആണ്, കോൺടാക്റ്റ് ചെയ്യുക 9048900024. ഓക്കെ, ബൈ.